എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗീതവും ഗോവിന്ദും കൂടെ അപർണയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുവാണ്. പിന്നീട് അപർണയുടെ അരിയിലേക്ക് ഗീത ചെല്ലുവാണ്. അപർണയ്ക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗീത തന്നെ കൊണ്ട് പറ്റുന്ന വിധം അപർണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ടിട്ട് അപർണയുടെ മനസ്സ് നടത്തില്ല. അവസാനം അപർണയെ ചോദിച്ചു, കിച്ചു വന്നോന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടതും ആകെപ്പാടെ തകർന്നു പോയി ഗീത പറഞ്ഞു, അതെ ഇപ്പൊ എന്തായാലും അപർണയെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. കിഷോർ എന്തായാലും പെട്ടെന്ന് വരുമെന്ന് അപർണയ്ക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യം അവൻ ഇപ്പോഴും മാറിയിട്ടില്ല. അവൻ വരുമെന്നുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല. എന്നാലും ഒരു പക്ഷെ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ വന്നേനെന്ന് പറയാം. ഇത് കേട്ടൻ ഗീതുവിന് നല്ല സങ്കടമായി. കിഷോറിന്റെ യഥാർത്ഥ മുഖം ഇപ്പോഴും അപർണയ്ക്ക് മനസ്സിലായിട്ടില്ലാന്ന് തോന്നേ. അതുകൊണ്ടാണല്ലോ അപർണയ്ക്ക് ഇപ്പോഴും അവനോട് സ്നേഹമാണ്. ഒന്നുമല്ലേലും അവന്റെ കുഞ്ഞിലെ ഇത്രയും കാലം വയറ്റി ഇട്ടോണ്ട് തന്നല്ലേ. അപ്പൊ ഒരു സ്നേഹം ഇല്ലാതിരിക്കത്തില്ലോ. പോരാത്തിന് ആ കുഞ്ഞു പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവൾ ആഗ്രഹിക്കുന്ന ഇപ്പം കിഷോറിന്റെ സാന്നിധ്യമായിരിക്കും. അവനെന്താളും ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അവനിത് അറിഞ്ഞും ഭയങ്കര സന്തോഷം കൂടെ ആയിരിക്കും. അതോർത്ത് കഴിഞ്ഞപ്പം ഗീതുവിനും ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് അപർണയെ പറഞ്ഞു, വരികയല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിച്ചുള്ളൂ ഗീതുവിനോട്. അതെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഡാഡിയോട് പറയണമെന്ന് പറയാം. നീ എന്താ പറഞ്ഞ? ഡാഡിയോട് പറയാനാ? അതെ, ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാനും കിഷോറും തമ്മിലുള്ള എല്ലാ പ്രശ്നത്തെക്കുറിച്ചും ഡാഡിയോട് പറയണം. അത് നീ തന്നെ പറയണമെന്ന് പറയാം. ഇത് കേട്ടാൻ ഗീതി വെച്ചു, അതിപ്പം തന്നെ പറയണമെന്ന് വെക്കും. വേണം, ഇനി ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് കാലം ഇത്രയും കാലം ഞാനെല്ലാം മറച്ചു വെച്ചു. പക്ഷെ ഇനി ഡാഡിയിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ പാടില്ല. കാരണം ഡാഡി അധ്വാനിച്ചുണ്ടാക്കിയതായിരുന്നു. അത്രയും ആ പൈസയും കാര്യങ്ങളും അല്ല, അതെല്ലാം കിഷോറിന്റെ പേരിലും കൂടെ എഴുതി വെച്ചേ. ഇപ്പൊ പക്ഷെ അതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ഡാഡിയോട് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എനിക്കിത് ഡാഡിയോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗീതു നീ ആയിട്ട് എനിക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് പറയാം. അങ്ങനെ അവസാനം ഗീത സമ്മതിച്ചു. ഞാൻ റഹ്റമങ്ങളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗീത അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഗീതന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് ഡോക്ടർ അതിലൂടെ വരുന്നത്. ഡോക്ടറെ കണ്ടത് ഗീതു പെട്ടെന്ന് ഡോക്ടർ അതിലേക്കുന്നു. ഡോക്ടറോട് പിന്നെ അപർണയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആ സമയം ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. കുഞ്ഞിനെ അപ്പം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അമ്മയെ രക്ഷിക്കാൻ മാത്രം ഞങ്ങൾ നോക്കിയത്. കാരണം ആ വീഴ്ച തന്നെ ആ കുഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പറയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ശ്രമിച്ചു. കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ദേ അപർണയുടെ ജീവൻ തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റിയത് ഭാഗ്യമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കൃത്യസമയത്ത് തന്നെ അയാൾ ഇവിടെ എത്തിച്ചുകൊണ്ട് മാത്രമാണ് അപർണയുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതന് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നിയത്. ഒരു പക്ഷേങ്കില് ആ സമയത്ത് അജാസക്ക ഫോൺ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു പക്ഷെ അപർണയുടെ ജീവൻ പോലും തിരിച്ചു കിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ അപർണയുടെ ഡാഡിയുടെ പ്രാർത്ഥനയുടെ ബലം മാത്രമായിരിക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗീതവും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയില രാധികാമ്മയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വരുണിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ. ആ നാർക്കല് വീഡിയോസ് അയച്ചു കൊടുത്ത കാര്യം പിന്നീട് രണ്ടും കൽപ്പിച്ച് വരുണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് രാധികാമ്മ. എന്താമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. എടാ എനിക്കൊരു മനസ്സമാധാനമില്ല. അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അവളുണ്ടല്ലോ അനാർക്കലി, അവള് ചതിച്ചെന്ന് പറയാണ്. ചതിച്ചോ? അവരാരോടെങ്കിലും ഈ കാര്യം പറഞ്ഞോ? അതല്ലട മോനെ, പിന്നെന്താ കുഴപ്പം? അവള് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞാൽ വീഡിയോ കാണിച്ചു കൊടുക്കുക. അത് കണ്ടതും വരുണൊന്നും ഞെട്ടി. എന്താ അമ്മ ഇരുന്ന് ചോദിക്കണം. അതേടാ മോനെ, അവൾ ഇത് വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പറയണം. ഇതിപ്പോ ആകെപ്പാടെ പ്രശ്നമല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ അവൾക്ക് പണം കൊടുക്കണം, അല്ലെങ്കിൽ അവളെ ആദ്യം തന്നെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കണം. ഇനിയിപ്പം ആ ഭദ്രന്റെ വഴിയെ തന്നെ അവളെ പറഞ്ഞു കൊണ്ടെന്ന് പറയാം. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിനക്കറിയാലോ, അവളെന്ന് പറഞ്ഞ എന്തിനും ഏതിനും മടിയില്ലാത്തവളാ. ചോര കണ്ട അറപ്പ് തീർന്നവളാ. അതുകൊണ്ട് വേണമെങ്കിൽ അവള് നമ്മളെ വേണേ തീർക്കൂന്ന് പറയണം. ഇത് കേട്ടൻ വരും പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് പുറത്തുനിന്ന് ആളെ ഇറക്കിയാലോ അമ്മേന്ന് ചോദിക്കുകയാണ്. അവളുടെ അടുത്ത് പെട്ടെന്ന് ഒന്നും നടക്കത്തില്ലട മോനെ. അതുകൊണ്ട് ഉടനെ ഒന്നും നീ ഒന്നും ചെയ്യണ്ട. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം. കുറച്ച് പണമെങ്കിലും കൊടുത്ത് അവളെ ഒന്ന് ഒതുക്കി നിർത്താൻ ശ്രമിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടത്താനായിട്ട്. ഇനിയിപ്പം അവൾ ജീവിച്ചിരുന്നാലും നമുക്ക് അപകടമാണ്. അവളുടെ നാവിയും തുമ്മിന്ന് എന്തെങ്കിലും ആ രഹസ്യം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, ഭദ്രനെ ഇല്ലാതാക്കിയത് നമ്മളാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അറിയാലോ, പിന്നെ നമ്മളുടെ വാസം ജയിലഴികൾക്കുള്ളിലായിരിക്കും. അത് മാത്രമല്ല വീഡിയോ പിടിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഏറ്റവും വലിയ തെളിവാ. അത് അവളുടെ ഫോണിൽ നിന്നെങ്ങാൻ ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാണ്.
ശരിയമ്മേ, എന്തെങ്കിലും ഉടൻ ചെയ്താൽ മതിയാവളെന്ന് പറയാ. ആ സമയം വിലാസിന് ആപ്പാ ടെൻഷനാ. ഇതുവരെയായിട്ടും പതിനിടം പോയിട്ട് വന്നിട്ടില്ല. വിനോദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, വിനോദേ, നീ വിളിച്ചിട്ട് എന്തേലും വിവരം കിട്ടിയോന്ന് ചോദിക്കണം. ഇല്ലമ്മേ, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഒന്നുകൂടെ ഗീതനെ വിളിച്ചു നോക്കാൻ പറയാണ്. അങ്ങനെ ഗീതനെ വീണ്ടും വിളിക്കുക. ഗീതനെ വിളിച്ചിട്ട് വിനോദ് പറഞ്ഞു, അത് ചേച്ചി, ഇതുവരെയായിട്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറയാ. അല്ല, നീ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. ഇത് രാത്രി പോലെ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, രാത്രി ഞാൻ വിളിച്ചപ്പോഴും അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് പറയണം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്കാണ് ആകെപ്പാടെ ഇവിടെ വെപ്രാളോ. അമ്മ പറയണേ ഇതുവരെ ആയിട്ടും അച്ഛൻ ഇങ്ങനെ പോയിരുന്നിട്ടില്ല, പോയിട്ടുണ്ടെ തന്നെ താമസിക്കുമ്പോൾ പോലും അമ്മയോട് വിളിച്ചു പറയുന്ന പറയണേ. എനിക്കറിയില്ല, എനിക്ക് ആ പാട്ട് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയാ. നീ പേടിക്കാതിരിക്കുക, എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞോണ്ട് ഇത് കോള് കട്ടിയാണ്. പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു, അതെ കണ്ണേട്ട, ഒരു പ്രശ്നമുണ്ട്. എന്താ? അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിനോദ് വിളിച്ചു. കാണുന്നില്ലേ? അതെ, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ലെന്ന്. എന്താ, എങ്ങോട്ട് പോയെന്നും അറിയത്തില്ല. വിളിച്ചിട്ട് ഫോണാണ് സ്വിച്ച് ഓഫ് എന്ന് മറുപടി പറയണമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വെച്ചോ എന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ എന്ന് പറയാണ്. വിനോദിന്റെ സ്റ്റേഷനിലേക്ക് വരാൻ പറയാണ്. അങ്ങനെ ഗീത് വിളിച്ചിട്ട് വിനോദിനോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയാണ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട്. പിന്നീട് അവർ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വിനോദിന്റെ പോലീസുകാരൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ ഗോവിന്ദനെ അറിയുന്ന SIയും കൂടെ ആയിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഭദ്രനെ കാണുന്നില്ലെന്ന കാര്യം പറഞ്ഞിട്ട്. ആ സമയത്ത് ഗീതുവിന് വല്ലാത്തൊരു നെഞ്ചിടിപ്പായി. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. രാധികാമ്മയായിട്ട് ഇന്നലെ സംസാരിച്ചിരിക്കുന്ന കണ്ട. അതിനുശേഷം അച്ഛന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അച്ഛനെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കോ, അങ്ങനെ ഒരു ടെൻഷൻ ഗീതുവിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു. ഈ സമയം വിജയലക്ഷ്മി ഫോറിൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തി. അങ്ങനെ മടങ്ങിയെത്തി വിജയലക്ഷ്മി നേരെ രഞ്ജുവിനെ കാണാനായിട്ട് അറക്കൽ വീട്ടിലേക്ക് വരുവാണ്. രണ്ടു കയ്യിലും കുറെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയതായിട്ട് അവിടെ ഒരു കുഞ്ഞദീദിയും കൂടെ ഉണ്ടല്ലോ, പ്രിയയുടെ കുഞ്ഞ്. അപ്പൊ അതിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളും അതോടൊപ്പം രഞ്ജുവിനുള്ളതും ഗീതുവിനും എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വിജയലക്ഷ്മി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വിജയലക്ഷ്മി അറക്കൽ വീട്ടിലേക്ക് വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ കാഴ്ച ബാൽക്കണി നിന്നുകൊണ്ട് രാധികയും വരുണും കണ്ടു. പെട്ടെന്ന് രാധിക പറഞ്ഞു, എടാ മോനെ തെങ്ങ് നോക്ക്, ദേ വരുന്ന ആരാന്ന് നോക്കാൻ പറയണേ. ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കറിയത്തില്ല, ഇവരുടെ വരവ് അത്ര നല്ലതല്ല. ഇവരെ തടഞ്ഞേ മതിയാവുള്ളൂ. ഒരു കാരണവശാലും ഗോവിന്ദൻ ഗീതുമായിട്ട് ഇവര് കാണരുത്. ഇവര് കണ്ടാൽ നമുക്ക് നല്ലതിനല്ലെന്ന് പറയണം. അല്ല അമ്മ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഒരു കാര്യം ചെയ്യാം, താഴേക്ക് ഇറങ്ങി ചെല്ലാം. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ ആദ്യം, എന്നിട്ട് വേണം അടുത്ത പ്ലാൻ തയ്യാറാക്കാനായിട്ട്. ഇനിയിപ്പൊ അവര് തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ടത്തപ്പിലൊന്നും ആയിരിക്കില്ല. ഗീതവും ഗോവിന്ദും ഇപ്പൊ ഒന്നായിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശ പോലെയൊന്നും കാര്യങ്ങൾ നീങ്ങത്തില്ല. അറിയാലോ, ഇവൾക്ക് പല സത്യങ്ങളും അറിയാവുന്നതാന്ന് പറയാണ്. പെട്ടെന്ന് അമ്മ വരാനും പറഞ്ഞുകൊണ്ട് രാധികനും കൂട്ടി താഴേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വിജയലക്ഷ്മി അങ്ങോട്ട് കയറി വരുവാണ്. വിജയലക്ഷ്മിനെ കണ്ട് രാധികമ്മ കയറി അങ്ങ് നിന്നു. അല്ല എങ്ങോട്ടാ എന്ന് ചോദിക്കാണ്. ഇതായിട്ട് വിജയലക്ഷ്മി ചോദിച്ചു, എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നിന്റെ അനുമതി ഒന്നും വേണ്ടല്ലോ. രാധിക അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. ഓ, നീ വന്ന് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇപ്പം? എനിക്കറിയാം, നീ വെറുതെയുള്ള വരവായിരിക്കില്ലെന്ന് നിന്റേത്. നീ അനാർക്കലി സഹായിച്ചെന്നൊക്കെ ഞാൻ കേട്ടു. എന്താ, മാധവമേനോനെ ഇല്ലാതാക്കിയതിന്റെ പ്രത്യുപകാരമായിട്ടാണോ നീ അനാർക്കലിയെ സഹായിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ട വിജയലക്ഷ്മി പറഞ്ഞു, ഓഹോ, അപ്പൊ നീ പുതിയ കഥകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രാധികാൻ പറഞ്ഞു, പുതിയ കഥകൾ ഉണ്ടാക്കിയതല്ല, ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞെന്ന് ചോദിക്കാം. അതെ, മാധവമേനനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ നീ ആരെ ഇല്ലാതാക്കാൻ എങ്ങോട്ട് വന്നേ? കണ്ണനെ ഇല്ലാതാക്കാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി മാറി നിൽക്കടി രാധിക എന്ന് പറഞ്ഞിട്ട് രാധികനെ തള്ളി മാറ്റിക്കൊണ്ട് കയറുകയാണ്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതും കേട്ട് തിരികെ പോകുന്നു. അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രം. മര്യാദയാണ് മര്യാദ. മാറി നിൽക്കാൻ പറയണം. ഈ സമയം വരുൺ കയറി, നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ കയറി നിൽക്കണം. വരുണിന്റെ ചെകിടടിച്ച് ഒറ്റ വേണം വിജയലക്ഷ്മി എടുത്തു. മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിന്നാൽ മതി. പറഞ്ഞു കേട്ടല്ലോ, എന്നെ തടയാൻ മാത്രം നീ ആയില്ലെന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങോട്ട് കയറി പോവാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രാധികയും വരുണൊക്കെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.